പോയി. ഹായ് ഫ്രണ്ട്സ്, പപ്പിയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ വടക്കോട്ടാണ് ഓടി പോകണം കേട്ടോ. അപ്പം ഞാനും ഉണ്ട്, നമ്മുടെ മൂപ്പനും ഉണ്ട്. നമ്മളിപ്പം 3-4 ദിവസം പണിക്ക് പോയില്ലായിരുന്നു. 3-4 ദിവസം പണിക്ക് പോകാത്ത നമുക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട്. 2 കാലയിൽ നീരായി, നല്ല നീരുണ്ട് കാലം, 2 കാലയിൽ. അപ്പം നമ്മൾ ഇന്നിപ്പം വേറെ നമ്മളിപ്പം കായൽ 27,000 പോയി, മാർത്താണ്ഡ പോയി, മറ്റേ കൊച്ചാറ്റിൽ പോയി, നമ്മളെല്ലായിടത്തും പോയിട്ട് നമുക്ക് മീൻ വളരെ കുറവായിരുന്നു. നമ്മൾ വല വെച്ചിട്ട് മീൻ വളരെ കുറവായിരുന്നു. അപ്പം കായലിലൊക്കെ ഇപ്പം കൂടുതലായിട്ട് കാണുന്നത് മറ്റേ ചെമ്മീനും ഒന്നോട്ടം കൊഞ്ചും ഇപ്പം കാണുന്നത്. അപ്പം നമുക്ക് ഈ കായലിലേക്ക് പോയിട്ട് കാര്യമില്ല. കാരണം ഈ തെളിവ് വലയായിട്ട് നമ്മൾ കായലിലേക്ക് പോയിട്ട് വേറെ മീനൊന്നും കാണാത്തതുകൊണ്ടാണ് നമ്മൾ കായലിലേക്ക് പോകേണ്ടത് പറയുന്നത്. കാരണം ഈ ചെമ്മീനും ഒന്നോട്ടം കൊഞ്ചും അത് കാരണം പിന്നെ നമ്മൾ അങ്ങോട്ട് പോകണില്ല. കാരണം നമ്മളെ തെളിവലയായിട്ട് അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല. നമ്മളപ്പം ഇന്ന് കന്നിട്ട തോട്ടിലേക്കാണ് പോകുന്നത്. ഇന്ന് കന്നിട്ട തോട്ടിലേക്ക് പോയി നമ്മൾ അവിടെ സിലോപ്പിയെ കാണത്തുള്ളൂ. നമ്മൾ സിലോപ്പി, പിന്നെ ഈ വെള്ളത്തിൻ്റെ മാറ്റമൊക്കെ ഇപ്പം ഷട്ടർ തുറന്നിട്ട് ഒരു 2 ആഴ്ച ആയതുകൊണ്ട് വാളയൊക്കെ ഉണ്ടെങ്കിൽ തങ്ങാനുള്ള സമയമായിട്ടുണ്ട്. വാളയൊക്കെ ഉണ്ടെങ്കിൽ തങ്ങേണ്ട ഒരു ടൈം ആയിട്ടുണ്ട്. കാരണം ഇപ്പോൾ ഷട്ടർ തുറന്നിട്ട് ഒരു 2 ആഴ്ച കഴിഞ്ഞ്. അപ്പോൾ നമ്മളിപ്പം കന്നിട്ട തോട്ടിലേക്ക് കയറുക. അവിടെ ഒരു ചെറിയ ചവറ്, അപ്പോൾ അതിൻ്റെ സൈഡിലൊക്കെ കല്ല് കെട്ടാനായിട്ട് സൈഡൊക്കെ ഇങ്ങനെ പൊളിച്ചിട്ടിരിക്കുമായിരുന്നു. അപ്പം ആ ചവറിൻ്റെ സൈഡൊക്കെ ഈ അനക്കം വീണതാണ്. സൈഡിലൊക്കെ എന്തെങ്കിലും ചേർമീൻ ഒക്കെ തടവടിച്ച് ഇപ്പോൾ ഉണ്ടെങ്കിൽ അതൊക്കെ മാറിക്കാണും. എന്നാലും നമുക്ക് പോകാൻ കായലിലേക്ക് പോയിട്ട് യാതൊരുവിധ രക്ഷയില്ലാത്തതുകൊണ്ട് പോകാൻ മറ്റു മാർഗമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ കന്നിട്ട തോട്ടിലേക്ക് കയറുന്നത്. അവിടെ ഏറ്റവും കൂടുതൽ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അവിടെ സിലോപ്പിയാണ് കിട്ടുന്നത്. പിന്നെ എന്തൊക്കെയാണ് അങ്ങോട്ട് പോവുക. നമ്മളെ ഈ തോട് കയറിയാണ് പോകുന്നത്. ഒരു മാസം കഴിയാൻ നേരത്ത് നമുക്ക് വല വെക്കാനുള്ള പരുവാകും കേട്ടോ. ഈ ചവറ് നല്ലപോലെ വളരും.
നമ്മൾ ഇതിൽ ആ കാണുന്ന ചവറിനാണ് വല വെക്കാൻ പോണത് കേട്ടോ. ആ കെട്ടിടം കാണുന്ന ആലപ്പുഴ ടൗണാണ്. ഇപ്പം വലയെല്ലാം കറക്കി കുത്തി. പക്ഷെ നമ്മുടെ തോട്ടിലെല്ലാം സിലോപ്പി ചത്ത് കിടപ്പുണ്ട് കേട്ടോ. ഇനി ആരെങ്കിലും, പിന്നെ ഇവിടെയൊക്കെ ഇത്രയും വീടുള്ളത് കൊണ്ട് ആരും ഈ മീന് വിഷമടിച്ച് കാണത്തില്ല. പക്ഷേ സിലോപ്പി എന്താ ചത്തതെന്നറിയാൻ മേല. വെളിയിലെല്ലാം ചത്ത് കിടപ്പുണ്ട്. അപ്പം നമ്മളിപ്പോൾ ഇല്ല ആ കലം കിടക്കുന്ന അവിടെ നിന്നാണ് വല വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് വല വെച്ച് നമ്മുടെ വെള്ളം കിടക്കുന്ന പോർഷൻ ഉണ്ട് ആ ചവർ. അപ്പോൾ ഇത് നല്ല വീതിയും ഉണ്ട് കേട്ടോ. ഈ ചവറേ നല്ല വീതിയും ഉണ്ട്. അപ്പം നമ്മുടെ കൊമ്പം കാണാൻ സാധ്യത ഉണ്ട്. ഇനി എങ്ങനെയാണെന്ന് അറിയാൻ മേലെ. സിലോപ്പിയൊക്കെ ചത്ത് കിടക്കുന്നുണ്ട്. ഇത് കണ്ട പ്ലാസ്റ്റിക് കവറിൻ്റെ ബഹളം എന്ന് പറഞ്ഞാൽ ഇതേ കണക്ക് പ്ലാസ്റ്റിക്. ഞാൻ മീൻ പിടിക്കാൻ പോണ കാലം തൊട്ട് ഞാൻ എല്ലാ തോട്ടിലും, അതായത് ഇവിടുന്ന് കുമരകം പോയിട്ടുണ്ട്, തോട്ടപ്പള്ളി പോയിട്ടുണ്ട്, കരിപ്പാറ്റ പോയിട്ടുണ്ട്, ഇവിടെ എല്ലായിടവും പോയി നമ്മൾ പണിയുന്നതാണ്. ഇവിടെ എല്ലായിടവും പണിയെങ്കിലും ഏറ്റവും കൂടുതൽ പ്ലാസ്റ്റിക് മാലിന്യമുള്ളൊരു തോടെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ആലപ്പുഴ ഇരുമ്പ് പാലം കല്ലുപാലത്തിന് നേരെ കിഴക്കോട്ട് കിടക്കുന്ന തോടാണിത്. ഈ തോട് നേരെ എന്നിറങ്ങുന്ന നമ്മുടെ കന്നിട്ടയെട്ടിയാണ്. ഈ തോടിലാണ് ഏറ്റവും കൂടുതൽ ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, അതായത് പ്ലാസ്റ്റിക്, ചാക്ക്, ഇത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന തോടായത്. ഇത് കണ്ടോ, ഒറ്റ നോട്ടത്തിൽ തന്നെ നിങ്ങളൊന്ന് നോക്കിയാൽ ഒരു 20 കവറെങ്കിലും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. അതേ കണക്ക് ഈ നടുക്കൂടെ ഒഴുകുന്ന മൊത്തം പ്ലാസ്റ്റിക്കാണ്. നമ്മളെ ഈ വല പൊക്കുമ്പം വലയിൽ 100 കണക്കാവും. നമ്മൾ എടുത്ത് കരക്കോട്ടിടാൻ ശ്രമിക്കുന്നുണ്ട്. നമ്മൾ അറിയാതെ നമ്മുടെ കൈയൊന്ന് തിരിഞ്ഞു പോകണതാണ് ഇടയ്ക്ക് പ്ലാസ്റ്റിക് വെള്ളത്തിലേക്ക് പോകണം. അപ്പം നമ്മൾ കഴിവതും കരക്കിടാനേ ശ്രമിക്കത്തുള്ളൂ. പിന്നെ ഇടയ്ക്ക് എങ്ങാനും നമ്മൾ ഊർക്കാപ്പുറത്ത് അങ്ങോട്ട് ഇടുന്നതാണ്. കാരണം നമ്മൾ ആ പണിയുടെ ശ്രദ്ധയിലായിരിക്കും. അതുകൊണ്ട് ആണ് നമ്മൾ കഴിവതും കരക്കൂട്ടിടാനേ ശ്രമിക്കത്തുള്ളൂ. ഇതിപ്പോൾ ഇല്ല, അവിടുന്ന് ഒരു വരാലാന്ന് തോന്നുന്നു കേട്ടോ. ഒരു നാടൻ വരാലാന്ന് തോന്നുന്നില്ല. ആ പോർഷനിൽ ഇപ്പം അനങ്ങുന്നുണ്ട്. ഇനി ഇത്രയും ചവർ നമ്മൾ പണിയുമ്പോൾ അറിയാം നമുക്ക് ഈ ചവറിൻ്റെ അകത്ത് നമുക്ക് എന്ത് കിട്ടിയെന്ന് നമുക്ക് അപ്പം അറിയാം. നമ്മളെല്ലാം അങ്ങ് തൊട്ട് പണിതാണ് കേട്ടോ. അങ്ങോട്ട് പണിത് നമ്മൾ ഇഷ്ടം പോലെ ആ മുരി കാണുന്ന സിലോപ്പി കൂട്ടുന്നു കേട്ടോ. പിന്നെ നമ്മളെപ്പം വല വെച്ചാലും ഇവർ രണ്ടുപേരും നമ്മളെ കാഴ്ചക്കാരായിട്ട് എന്നും ഉള്ള. എടാ നിങ്ങളുടെ പേരെന്തുവാടാ? അജ്മല്. നിന്റെ പേരെന്നാ? നമ്മളിത് 300 സിലോപ്പില്ല ആ വലയുടെ പുറകെ ചത്ത് കിടക്കുന്നുണ്ട്. പിന്നെ ഇത് ഇവിടെ സിലോപ്പിയ ചത്ത് കിടക്കുന്നത് 3 ഇതിൻ്റെ അവിടെ ഉണ്ടോ പൂസ് കിടക്കുന്നത്. ഇത് നമ്മളതിൻ്റെ വലയിലും തട്ടിക്കിടക്കും. ഇതെന്ത് പറ്റിയാന്ന് പറയുമ്പോൾ ചത്ത് ഈ പടിഞ്ഞാറുന്നേ ഒഴുകി വരുന്നുണ്ട്. എന്നാടാ ഈ സിലോപ്പി എത്തുപോയ? എടാ അതറിയണ്ടേ, നിങ്ങളെ വാതുക്കല തോടല്ലേടാ, നിങ്ങളല്ലേ അറിയണ്ട. നിങ്ങളെ കൂട്ടി പ്ലാസ്റ്റിക് ഒരുപാടാണല്ലോടാ. ഇവിടെ മീൻ പിടിക്കാൻ അപ്പാപ്പിയും മൂപ്പരും ഉണ്ട്. അതുകൊണ്ട് ഞങ്ങളാണ് വീഡിയോ എടുക്കുന്നത്. ഇതുപോലുള്ള ഫിഷിംഗ് മികച്ച വീഡിയോകൾക്കായി അപ്പാപ്പി ഫിഷിംഗ് ബ്ലോഗ് യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതാണ് കുറുവ. ഇതാണ് സിലോപ്പിയ. നല്ല ടേസ്റ്റ് ആണ്. ഒരു ചെറുപ്പക്കാരനെ കൂടെ കിട്ടിയിട്ടുണ്ട്.
ചെറുതായതുകൊണ്ട് നമുക്ക് ദൂരെ കളയാം. ഓക്കെ. തോട്ടിൽ കോള ശല്യം കാരണം അപ്പാപ്പിയും മൂപ്പരും കോള മാറ്റാൻ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തോട്ടിന് ഭയങ്കര ചവറാണ്. അവിടെ അധികാരികൾ ഇതൊന്നും കാണുന്നില്ല. അതാണ് നമ്മളുടെ പ്രശ്നം. കണ്ട മീനിനേലും കൂടുതൽ ഇവിടെ ചവറാണ്. ചവറുള്ളത് കൊണ്ട് ഇവിടെ മത്സ്യബന്ധനം കുറവാണ്. മത്സ്യങ്ങളെ കിട്ടാതെ നമ്മുടെ തോട്ടിൽ നിന്ന് ചവറുകളാണ് കിട്ടുന്നത്. നമുക്കൊരു മീനെ കിട്ടുവേ. ഇപ്പൊ ഒരു മീനെ കിട്ടും. വലിയൊരു മീനിൽ ഇവിടെ കിട്ടിയിട്ടുണ്ട്. സിലോപ്പിയാണിത്. ചെറുവിനെ കണ്ടിട്ട് വേണ്ട പറയാം. ഉടുക്ക് കാരണം ഭയങ്കര കട്ടിയാവും. വരിഞ്ഞാണോ ഷാരു? മീനൊക്കെ പെറുക്കിയിട്ട് കലത്തി ഒരിക്കില്ല. കണ്ട
വലിയൊരു സക്കറിനെ ഇട്ടിട്ടുണ്ട്. വലിയൊരു സക്കറിനെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. വരാലിനെ കിട്ടിയതായിരുന്നു. നമുക്ക് തപ്പിയ മീനാണ് സിലോപ്പിയും ചേർമീൻ. ഇത് നമ്മുടെ ചട്ടത്തിലെയും പൂജയാണ്. നമ്മളെ കൊച്ചവന് നമുക്ക് വെള്ളമൊക്കെ കൊണ്ടുത്തല്ല കേട്ടോ ഇരിക്കുക. പോയി വാള പൊക്കിയെടുക്കും. നമുക്കൊരു വാളേനെ കിട്ടിയതായിരുന്നു. ഏതാണ്ട് ഒരു 4-5 കിലോ വരുന്ന ഒരു വാളേനെ കിട്ടിയത്. ചാടിപ്പോയി. നല്ല മുട്ടൻ വാളയായിരുന്നു. ഒരു 4-5 കിലോ ഒക്കെ കാണും കേട്ടോ. അങ്ങനെ വലിച്ചു കേട്ടാണോ ഒരു കുടമ്പ നടക്കണ്ട വലയെല്ലാം കൂടെ തീർത്തിരിക്കുന്നു. മീൻ പുറത്താണ്. പിടിയോ മീനിനെ കിട്ടി. വലിയൊരു മീനിനെ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ക്യാമറമാൻ പറഞ്ഞോ ചാടിപ്പോയാന്ന് പറഞ്ഞായിരുന്നോ? ക്യാമറമാൻ പറയണ്ടോ ചാടിപ്പോയ? ഇപ്പൊ നമ്മളൊരു നാടൻ കുഴിവാളേനെയാണ് പിടിച്ചിരിക്കുന്നത്. ഏതാണ്ടൊരു 8-9 കിലോ വലിപ്പം. الله أكبر الله أكبر الله أكبر أشهد أن لا إله إلا الله أشهد أن لا إله إلا الله أشهد أن محمدا رسول الله أشهد أن محمدا رسول الله حي على الصلاة
حي على الفلاح حي على الفلاح നമ്മളേ വലയിലെ പൂളെല്ലാം വാരി എല്ലാം മൃതി ഇപ്പം 2 മുറിയായിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ നമുക്ക് മൊത്തം 3 ക്യാമറമാരുണ്ടായിരുന്നു. അപ്പോൾ ഈ വാള ചാടി വീണ സമയത്തൊക്കെ നമ്മുടെ ക്യാമറ ചെയ്ത് വരാണ്. എടാ നിന്റെ പേരാണ്? വാളയൊക്കെ കറക്റ്റായിട്ട് ചാടി വീഴുന്ന അവൻ പിടിച്ചെന്ന് തോന്നുന്നു. നിന്റെ പേരാ? കാശി. പാമ്പാ വാളച്ചാത്തി. അടുത്ത കൂട്ടുകാരനെ ഇവിടെ കിട്ടിയിരിക്കുന്നു. അല്ലേ പേരെന്താ? മുഹമ്മദ് ഹംദൻ. പ്ലാസ്റ്റിക് നോട്ടില്ല കെട്ടുക. എവിടെ കിടപ്പുണ്ടല്ലോ ചാടിപ്പോയാ. നമ്മളെ ലാസ്റ്റ് മുറി എടുക്കാം മൂന്നായിട്ട്. നമ്മളിപ്പം ബാക്കിയെല്ലാം എടുത്തു. ഈ വരുന്നതല്ല സിലുവത്തിൻ കൂടി കേട്ടോ നമുക്കൊന്ന് വരുന്നുണ്ട്. മേള് വലിച്ചു
നമ്മൾ വള്ളം ഒന്ന് വൃത്തിയാക്കി നേരെ മുറിച്ച് നമ്മൾ വള്ളത്തേലേക്ക് ഇട്ട് വെച്ച് വള്ളം വിടും. കരിമീനുണ്ട്, വേണോ? എന്തുമാത്രം വേണം? അഞ്ചെണ്ണം റെഡിയാക്കാവേ. കല കൊടുത്ത് മാറ്റണം അണ്ണ. ചെമ്പല്ലിയുണ്ടോ? വല വലിച്ച് അവിടെ വെക്കാം. ഇതിലേക്ക് ഇഷ്ടം നമ്മളെ കാലത്ത് കിടക്കാൻ ക്ഷീണമേനോ അപ്പം നമ്മൾ പണിയെല്ലാം കഴിഞ്ഞ് നമ്മൾ പള്ളാത്തുരുത്തേക്ക് പോകുക. അപ്പോൾ നമുക്ക് ഇന്ന് കിട്ടിയ മീനാണ് ഈ ടൈപ്പ് സിലോപ്പിയാരെ നമുക്ക് കാശ് സിലോപ്പിയാണ് ഒന്നുമൊറ്റയും തൂളിയുമുണ്ട്. പിന്നെ തൂളി കിടപ്പുണ്ട്, കുറുവ കിടപ്പുണ്ട്. ഇത് കുറുവയാണ്. ഇത് കുറുവ
സക്കർ ചൂടില്ല അവിടെ കിടപ്പുണ്ട്, കാലത്തിൻ്റെ അപ്പുറം ചൂട് കിടപ്പുണ്ട്. പിന്നെ അതുകൂടാതെ നമ്മുടെ വാളയും എല്ലാം ഇതിനകത്ത് കിടപ്പുണ്ട് കേട്ടോ. കാണിച്ചു തരാം. ഇത് നമ്മുടെ നല്ല ഒരു നമുക്ക് മൊത്തം ഒരു 3 വാള ആടിപ്പോയായിരുന്നു. 3 വാള ആടിപ്പോയി. അപ്പോൾ നമുക്കിപ്പം 1 2 3 ഇത് ചെറുതാ, 4 വാളയും 2 ചേർമീനും. നമുക്ക് 4 വാളയും 2 ചേർമീനും കേട്ടോ. അപ്പം എൻ്റെ വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.